യാതൊരു കാര്യവുമില്ല. 31-ാമത്തെ വാക്യം, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നെ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. അപ്പോ ഇവിടുത്തെ രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും നിങ്ങളോട് ഞാൻ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു. യേശുവിന്റെ ഉദ്ധാരണത്തെ കുറിച്ചും പുനരുദ്ധാനത്തെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി ഈ വാക്കിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രത്യേക ഹൈലൈറ്റിൽ നിൽക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയണം. യേശുവിനുള്ള ദൈവികത്വത്തെ കുറിച്ചും യേശുവിനുള്ള ദൈവിക പദ്ധതിയെ കുറിച്ചും യേശു ചെയ്യുവാനിരിക്കുന്ന പ്രവൃത്തിയുടെ ശ്രേഷ്ഠതകളെ കുറിച്ചും ഈ രണ്ട് വാക്യത്തിനകത്ത് വളരെ വ്യക്തമായി യോഹന്നാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിലെ മാസയോഗത്തിലും ഈ ഹല്ലേലൂയ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, എന്റെ ദൈവത്തിന് ലോകത്തിൽ എന്ത് ചെയ്യാനുണ്ട്, പുത്രനായ ക്രിസ്തു എന്തു ബാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ പൂരിപ്പിച്ച് ചെയ്യേണ്ടവരാണ് പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ നിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുമുള്ള ആത്മവിശ്വാസം നമ്മൾ വേണം. ഹല്ലേലൂയ. അതിന്റെ കാരണമുണ്ട്. എപ്പോഴും ദൈവവചനത്തോടെ കാണുവാൻ കഴിയുന്നത് അതിന്റെ ഒന്നിൽ പറയുന്നു, ആദിയിൽ ദൈവവചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആധിപത്യത്തിനകത്ത് ഉള്ളതെല്ലാം ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകുകയാണ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഓടിയെത്താൻ കഴിയാതെ ഓട്ടത്തിൽ തളർന്നു പോകുന്ന ചില മേഖലകളുടെ നടുവിൽ നമ്മെ അയച്ചവൻ ആരാണെന്നുള്ളൊരു അറിവ്, നമ്മുടെ കൂടെയുള്ളവൻ ആരാണെന്നുള്ള അറിവ് അകത്തളത്തിൽ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ അത്ഭുതങ്ങൾ അന്ന് നടന്നത് മാത്രമല്ല, ഇന്നും അത് വ്യക്തിപരമായി ജീവിതത്തിൽ നടക്കും. മാത്രമല്ല, നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവില് ആത്മനിയോഗത്തോടെ ദൈവത്തിന്റെ ഇടപെടലുകൾ വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയുമെന്ന് ആത്മനിയോഗത്തോടെ ഉറക്കെ ഞാൻ വിളിച്ചു പറയുകയാണ്. വിശ്വാസ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് അതിപ്രധാനമായ കാര്യം, എന്റെ ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു, അവൻ ആദിയിൽ ഉണ്ടായിരുന്നു, അവൻ ഹല്ലേലൂയ ഇന്നുമുണ്ട്, എനിക്ക് വേണ്ടി ഇന്നും അവൻ അത്ഭുതം ചെയ്യാൻ വിശ്വസിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ മറ്റൊരു പദം വളരെ ശ്രദ്ധേയമാണ്. കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പരിഹരിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. കുറവെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കുറവുകളാണുള്ളത്. പാപം എന്ന് പറയുന്ന കുറവ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് അതിന്റെ വചനാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയൊരു കുറവാണ്. ചിലർക്ക് ആരോഗ്യ കുറവാണ്, ചിലർക്ക് സാമ്പത്തിക കുറവാണ്, ചിലർക്ക് മറ്റു രീതിയിലുള്ള ബന്ധങ്ങൾ കുറവാണ്. ഈ കുറവ് പല രീതികളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ കുറവ് യേശുവിനെ നീ വിളിച്ചാൽ ആ കുറവ് അവൻ പരിഹരിക്കുന്ന ദൈവമാണ്. യേശുവിനോട് വിവരം അറിയിച്ചാൽ ആ കുറവ് പരിഹരിക്കുന്ന ദൈവമാണ്. ആ കുറവ് പരിഹരിക്കാൻ തയ്യാറായി മനസ്സ് വെച്ചാൽ അവൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം. അവൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം. അവൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ, ഒരു പോരായ്മയില്ലാതെ അത്ഭുതകരമായി നടത്തുന്ന ഒരുവന്റെ അടുത്തിടപെടലുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? യോഹന്നാൻ അത് വളരെ വ്യക്തമായി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അത് പറയുന്നുണ്ട്. യോഹന്നാൻ 2:1-3 വാക്യങ്ങളിൽ, മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിനെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, സ്ത്രീയെ, എനിക്കും മൂന്നാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ അവർ ക്ഷണിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശുവിനെ ക്ഷണിച്ചത് വീഞ്ഞ് പോരായ്മ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല യേശുവിനെ ക്ഷണിച്ചത്.
ഈ ആത്മീയ അഭിവൃദ്ധിക്ക് അനിവാര്യമായ കാര്യം പലരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലയിടത്തും അകപ്പെട്ടതിന് ശേഷമാണ് യേശുവിനെ അന്വേഷിച്ചു വരുന്നത്. പക്ഷേ ഈ കല്യാണത്തിന് യേശുവിന്റെ സാന്നിധ്യം അവിടെ ആഴമായ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇനി ഞാനൊരു കാര്യം പറയാം. അവർക്ക് മനസ്സിലായി ഈ വീഞ്ഞ് പോരാതെ വരുമെന്ന്. യേശു നമ്മുടെ വീട്ടിലുള്ളപ്പോൾ, യേശു നമ്മുടെ പടകിലുള്ളപ്പോൾ, യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, എന്തിനാ പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നാം യേശുവിനോട് പറയാതെ ദുരഭിമാനം കൊണ്ട് നടക്കുന്നത് ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇരുന്നാൽ അപ്പോൾ ഞാൻ അപമാനിതനാകാൻ പോകുകയാണ്. അപ്പോൾ എനിക്ക് പ്രശ്നം അതിജീവിക്കാൻ കഴിയുന്നില്ല. എന്റെ മുമ്പിലുള്ള ദുർഘടങ്ങൾ എന്നെ തകർക്കുന്നതാണ്. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ, അനുസരണയ്ക്ക് വേണ്ടി അവരുടെ അടയാളം തരും, അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ഓ നീ അവിടെ പറയുന്നതാണ്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വിടുതലഴിക്കാൻ പോകാ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് പലപ്പോഴും അസാധ്യമെന്ന് തോന്നാം, ഒരിക്കലും അത് സാധിക്കത്തില്ലെന്ന് തോന്നാം. എന്നാൽ നീ അനുസരിക്കാൻ തയ്യാറായാൽ, അനുസരിക്കാൻ തയ്യാറായാൽ, അനുസരിക്കാൻ തയ്യാറായാൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിതുവരെ കണ്ടിട്ടില്ലാത്ത, നീ പരിചയമുള്ള പലരും കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തി നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ, നിന്റെ ശുശ്രൂഷ വേളകളിൽ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അത് വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് അടിവരയിൽ ഉറപ്പ് തരികയാണ്. Praise God. Hallelujah. ഓ, ഒരുപിടി പാരമ്പര്യത്തിന്റെ അറിവുകൊണ്ട്, ഒരുപിടി വായിച്ചറിഞ്ഞ അറിവുകൊണ്ട്, ഒരുപിടി കേട്ട അറിവുകൊണ്ട് ഇന്ന് പകൽക്കാലം ജയജീവിതം നയിപ്പാൻ കഴിയത്തില്ല. Praise God. Hallelujah. ജയജീവിതം പ്രാപിക്കണമെങ്കിൽ, ജയജീവിതം ലഭിക്കണമെങ്കിൽ അനുസരണയുടെ അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് നാം എത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പാരമ്പര്യമാണ് ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്ന ക്രിസ്തീയ വിശ്വാസ സമൂഹം പ്രത്യേകമായി എടുത്തു പറയുകയാണെങ്കിൽ, പാരമ്പര്യത്തിന്റെ കണ്ണിയായി കടന്നുവന്ന വിശ്വാസഗോളത്തിലെ ഈ തലമുറകൾ, ഹല്ലേലൂയ, അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഹല്ലേലൂയ പദപ്രയോഗം ഇങ്ങനെയാണ്: അനുസരിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിക്കുമ്പോൾ അവഗണിച്ചു കളയുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് അനുസരിക്കുവാൻ തയ്യാറാകേണ്ട കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിലേക്ക് നാം മടങ്ങി വരണം. ഹല്ലേലൂയ. അടുത്തത് കാണുവാൻ കഴിയുന്നത് വചനത്തോടുള്ള ഏകാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനുസരിക്കണമെങ്കിൽ വചനത്തോടുള്ള ഏകാഗ്രത നമ്മൾ ഉണ്ടാകണം. മലയാള മനോരമ പത്രം നമ്മൾ വായിക്കുന്നവരാണ്. വായിക്കുമ്പോൾ 8 പേര്, 10 പേര്, 12 പേരൊക്കെയാണ് വരുന്നത്. പക്ഷേ 2 കാര്യം, 3 കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയില്ല. എല്ലാവരും പത്രം നോക്കുമ്പോൾ ആദ്യത്തെ പേര് നോക്കും, പെട്ടെന്ന് ചരമകോളം നോക്കും, നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആദ്യ പേജിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും മെസ്സേജിൽ കാണും, അത് നോക്കും. അത് 10 പേരോട് പറയും. ഒരിക്കലും നമ്മള് നാളത്തേക്ക് പത്രം വെക്കാറില്ല, നാളത്തേക്ക് പത്രം സൂക്ഷിക്കാറില്ല. അന്ന് കിട്ടിയ വാർത്ത അന്നുകൊണ്ട് അവിടെ അവസാനിച്ചു. എന്നാൽ ഹല്ലേലൂയ, ദൈവവചനത്തോടുള്ള ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഇന്ന് നിനക്ക് ലഭിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ഡേയിൽ നിനക്ക് തരാൻ, അത് ഈ ലോകത്തിൽ വായിച്ചാലും കൊതി തീരാത്ത, വായിക്കാൻ പറ്റുന്ന ഒരു സംഹിത ഉണ്ടെങ്കിൽ അത് എന്റെ ദൈവവചനം മാത്രമാണ്. അത് ദൈവവചനത്തിൽ ഏകാഗ്രതയുള്ള ഒരു വ്യക്തിയെ പിശാചിനെ തകർക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഇന്ന് പകർക്കാൻ ആത്മധൈര്യത്തോടെ കൈയുയർത്തി പറയുകയാണ്, അവരെ തകർക്കാൻ കഴിയില്ല. ലേഖനം എഴുതുമ്പോൾ അതിന്റെ സ്തോത്രം 2-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ സർപ്പം ഹവ്വയെ ഉപയാരത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാന് ഭയപ്പെടുന്നു. ഒരു സഭയോടുള്ള ദൂത് പറയുമ്പോൾ ദൈവവചനത്തോടുള്ള ഏകാഗ്രത അവരിൽ ഉണ്ടാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. അത് പൗലോസ് പറയുന്ന ഒരു
പ്രത്യേകമായ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചാൽ കാണാം. ഔവ്വയെ എങ്ങനെയാണ് സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ. ദൈവമക്കളെ, ഏകാഗ്രത നഷ്ടപ്പെടുന്നതിന്റെ രണ്ട് കാരണം ഉപായങ്ങളാണ്. എന്താണ് ഉപായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, യാഥാർത്ഥ്യമായതിനെ പുറമേ കാണിച്ചുകൊണ്ട് കാപട്യമായതിനെ അകത്തൊളിപ്പിച്ചു വെച്ച് ആളെ എന്ത് ചെയ്യാണ്? ഫൂളിഷ്നെസ് ആക്കുന്ന, മടയനാക്കുന്ന ഒരു സംവിധാനമാണ് ഉപായം എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ രാവിലെ ഞാനിങ്ങനെ ചിന്തിച്ചു. എനിക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. അത് ഞാൻ പെട്ടെന്ന് ആ മെസ്സേജ് കേട്ടു. പെട്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞു, അയ്യോ, ഇത് യാഥാർത്ഥ്യമാണോ? ഇതിനകത്ത് എന്തെങ്കിലും ദൈവിക സത്യമുണ്ടോ? ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് ആവശ്യമില്ലാത്തത്, എന്റെ ആത്മീയ വർധനയ്ക്ക് അനിവാര്യമല്ലാത്തത്, എന്റെ ജീവിതത്തിന്റെ ആ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിക്കാത്തത് എന്റെ യൂട്യൂബിനകത്ത് വേണ്ട, എന്റെ വാട്സാപ്പിനകത്ത് വേണ്ട. അങ്ങനെ ഒരു ന്യൂസ് എനിക്ക് കേൾക്കണ്ട. ആത്മനിയമത്തോട് ഞാൻ പറയാം, അവരെ ഉപായത്താൽ ചതിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ വചനത്തിൽ നിന്നുള്ള ഏകാഗ്രത വിട്ട് അതിനെ വർഷമായി കളയാൻ അതിനെ കാലഘട്ടങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ ശക്തിക്ക് നേരെ ഈ കാലഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടവരാണ് സഭ. ഈ കാലഘട്ടങ്ങളിൽ യുദ്ധം പ്രഖ്യാപിക്കേണ്ടവരാണ് ആത്മനിയോഗത്തോടെ മുന്നേറുന്ന സഭ. അതിനായി എന്റെ സഭയെ ഒരുക്കണമെന്നല്ല, എന്നെ ഒരുക്കണമേ. ഒരെന്റെ സഭയെ ഒരുക്കണമെന്നല്ല, അതിന്റെ സഭയെ ഒരുക്കാൻ എന്റെ ഉത്തരവാദിത്തം എന്നെ ഒരുക്കുക. എപ്പോഴും പറയാൻ ഒരു കാര്യമാണ്, ഇന്ന് എല്ലാവരെയും സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ ബന്ധപ്പെടേണ്ട കാര്യങ്ങളില്ല. അതിനുള്ള സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ബന്ധപ്പെടേണ്ട സമയമാണ്. നോഹയുടെ കാലത്തെ പോലെ വലിയ പ്രസംഗത്തിന്റെ ഉണർവയോഗത്തിന്റെ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു കൺവെൻഷൻ വെച്ച് നോക്കിക്കേ, എത്ര പേര് വരും? വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന ലൈവ് സ്ട്രീമിംഗ് കൊടുത്തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ചപ്പാത്തി വരുത്താം, വീട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ പാല് കാച്ചാം, വീട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കൂട്ടത്തിൽ ഇതും അവർക്ക് ആസ്വദിക്കാം. ആ ഒരു അനുഭവമല്ല ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ വേണ്ടത്. ദൈവസന്നിധിയിൽ സമയത്തെ വേർതിരിച്ച്, ദൈവസന്നിധിയിൽ സമയത്തെ വേർതിരിച്ച് സഭയിരിക്കാൻ തയ്യാറായാൽ ഒരു ദൂത് ഞാൻ പറയാം. ഈ ദേശത്ത് സ്ഫോടനാത്മകമായ സംഭവങ്ങളിൽ നീ വ്യക്തിപരമായി ഇരുന്നാൽ ഇന്നലെ വരെ നീ കാണാത്ത, ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത, ഇന്നലെ വരെ ചെന്നെത്താത്ത ദൈവിക ശക്തിയുടെ സ്രോതസ്സുള്ള അത്ഭുതകരമായ മേഖലകൾ ദൈവത്തിന്റെ കൊടിയിൽ എത്തിക്കുമെന്ന് ഇന്നവരെക്കാണ് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുക. ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്രയുണ്ട്? അവർ കരമുള്ള ഇടത്തെ സ്തുതിച്ചത്. ഇതൊരു പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു പുരാണ കെട്ടുകഥ പോലെ തോന്നാം. ഹല്ലേലൂയ. പലപ്പോഴും ഇതൊക്കെ പറയാറുണ്ട്, പഴയ കഥയിലെ വസ്തു. ഹല്ലേലൂയ. നോ, ഇത് ജീവനും ചൈതന്യമുള്ള ജീവജനമാണ്. ഹല്ലേലൂയ. ലോകം ഇത് മരിച്ചെന്ന് പറയുമ്പോൾ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ജീവജനമാണ്. യോഹന്നാൻ പറയുന്നതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായി. ലോകം പറയുവാൻ അസ്തമിച്ചു. ഈ വചനത്തിനൊന്നും ഒരു പ്രത്യേകതയില്ല, ഈ വചനം ഇനിയൊന്നും ഉയർത്തത്തില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ. ലോകം അങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്നൊരു പുതിയ നാമ്പ് പുറപ്പെടുക. ഈ നാമ്പിന്റെ ശക്തി എന്താണെന്നറിയാമോ? നിന്റെ കുരുടനെ സൗഖ്യമാക്കാനുള്ള ശക്തി, ഉടന്തരെ നടക്കുവാനാക്കാനുള്ള ശക്തി, യോദ്ധാനെ വിഭാഗിക്കുവാനുള്ള ശക്തി, ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ അധികാര കൈമാറ്റമാണ് വചനത്തെ ഏറ്റെടുക്കുന്നത്. ദൈവം നമ്മോട് സംസാരിക്കും. ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ വീട്ടിലോട്ടൊന്ന് വന്നുവെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ സദസ്സിലേക്കൊന്ന് വന്നുവെന്നിരിക്കട്ടെ. ഇവിടെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളെല്ലാം, നിങ്ങളുടെ കണ്ണുകളെല്ലാം നേരെ അങ്ങോട്ട് തിരിയും. മാത്രമല്ല നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വളരെ ഭവ്യതയോടുകൂടി
ഒരു ആദരണീയ മനോഭാവത്തോടെ അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രംഗപ്രവേശനം നിങ്ങൾക്ക് വളരെ ആസ്വാദകരമായ, നിങ്ങൾക്ക് വളരെ ഹൃദയത്തിനും കണ്ണുകൾക്കും കുളിർമയേകുന്ന ഒരു അനുഭവം സൃഷ്ടിപ്പാനിടയായി തീർന്നു. ഇത് നമ്മുടെ ലോകത്തിൽ നാം കൊടുക്കുന്ന ഒരു ആദരവ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മെ നയിക്കുന്ന, നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ അവകാശമുള്ള ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര റെസ്പെക്ട് അവന് കൊടുക്കാൻ കഴിയുന്നു. ഒരു ചോറ് മണി കയ്യിലെടുക്കുമ്പോൾ സ്വന്തം പറയാൻ അതരങ്ങളുടെ ഭാഗ്യം ലഭിച്ചാൽ രാവിലെ ഈ പണിഞ്ഞ പുറത്തിറങ്ങുമ്പോൾ കർത്താവ് എന്ന് പറയാൻ അതരത്തിന് ഭാഗ്യം ലഭിച്ചാൽ ഒരു നന്മയുടെ കരത്തിൽ വന്നാൽ ആ കർത്താവ് ഇതിനാൽ സ്തോത്രമെന്ന് പറയാൻ ദൈവമരണത്തിന് മുമ്പിൽ അതിന് കീഴ്പ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇന്ന് വളർക്കാതെ ഞാൻ വ്യക്തമായി പറയാം, ഈ ദൈവം നിന്നോട് സംസാരിക്കുന്നതല്ലോ. ഈ ദൈവം നമ്മോട് സംസാരിക്കും. പ്രവൃത്തി പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ 24-25 പറയുന്നുണ്ട്, എന്നാൽ അവൻ നീതി, ഇന്ദ്രിയം, ആ വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോയി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സംസാരിക്കാനുള്ളത് എപ്പോഴും നമ്മുടെ മോട്ടിവേഷൻ ആയിരിക്കും. പരാജയത്തിന്റെ കഥ യേശുവിന് സംസാരിക്കാനില്ല. യേശുവിന് ഒരിക്കലും തകർച്ചയുടെ കഥയെന്ന് പറയാനുള്ളത്. എന്നെ എങ്ങനെ ദൈവത്തിലൂടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആത്മമണ്ഡലത്തിൽ വായിക്കുമ്പോൾ പുറപ്പാട് 8:25 അവിടെ ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്. അനേകം വാക്യങ്ങൾ എടുത്തു പറയാനുണ്ടെങ്കിലും സമയത്തിന് പരിമിതിയോട് ഞാൻ അവിടെ പോകുകയാണ്. അവിടെ 8:25 അങ്ങനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഭഗവാൻ മോശയോട് അഹരോനെ വിളിച്ച്, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. ഈ കിടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നറിയാമോ? ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുക, ഫറവോന്റെ അധികാരത്തിൽ കിടക്കുക. ഫറവോൻ 4 സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ എന്താണ് എന്റെ ദേശത്ത് തന്നെ യാഗം കഴിച്ചോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ തന്നെ വെക്കോ, അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ദൂത് ദേശത്ത് തന്നെ യാഗം കഴിക്കണം. എന്റെ ദൈവമക്കളെ, ഞാൻ ഒരു അറബി രാജ്യത്തുള്ളവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. വളരെയധികം പേരെ ഈ കാര്യം കൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. 40 പാകിസ്ഥാനികൾ, അതുപോലെ തന്നെ ഹല്ലേലൂയ ഈ ഇസ്ലാമികളായിട്ടുള്ള മലയാളികൾ, മൗലവിമാര് ഒക്കെ ഞാൻ ഈ കൈകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഞാനൊരു ദൂത് പറയാം, ഈ ദൈവം നമ്മോട് സംസാരിച്ചാൽ അതിന് മുമ്പിലുള്ള വൈരുദ്ധ്യങ്ങളെ നീ ഭയപ്പെടരുത്. എന്നെ തിരഞ്ഞെടുത്തവൻ ഞാൻ IPC സഭയുടെ സംഘടനയുടെ വ്യക്തമാണ്. അതിന്റെ സ്തോത്രം. പക്ഷെ എന്റെ ഉള്ളിൽ ഇവിടെ വരെ എനിക്ക് കിട്ടിയ മാന്യതകളല്ല വരത്തുള്ളൂ, ഇവിടെ വരെ വരത്തുള്ളൂ. അതിന്റെ സ്തോത്രം. എല്ലാവരും പറയും ഹല്ലേലൂയ. റീജിയന്റെ പ്രസിഡന്റ് അത് ഇവിടെ വരെ ഉള്ളൂ, അത് ജനറൽ കൗൺസിൽ മെമ്പർ അത് ഇവിടെ വരെ ഉള്ളൂ, അതിന്റെ 4 ദിവസം മുമ്പ് ദേവാസായിക്ക് ഡോക്ടറേറ്റ് കിട്ടി, അതുവരെ ഇവിടെ വരെ ഉള്ളൂ. ഇതപ്പുറം എന്റെ പ്രാർത്ഥന പറയും അതെല്ലാം എന്റെ കാലിന് കീഴയാ. ഓ മനുഷ്യനാഥനാഥനാഥന അന്ന് ദൈവത്തോട് ഞാൻ പറയാ, ദൈവം നിന്നോട് സംസാരിച്ചാൽ എന്നെക്കാട്ടിൽ വലിയവർ, എന്നെക്കാട്ടിൽ വലിയവർ, എല്ലാത്തിനും ഉയർത്താൻ കഴിയുന്നവർ, എവിടെ വരെ എത്തിക്കാൻ കഴിയുന്നവർ അവൻ മാത്രമാണ്, അവൻ മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. നമുക്കൊരാളുണ്ടാകണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം, ഒരു പ്രചോദനം ലഭിച്ചതും ഞാൻ പറയാം. തിരുവല്ല നിരങ്ങാരുടെ ഒരു അച്ചാരന്റെ വീട്ടിൽ വന്നു. എന്റെ ഫാദർ 74 മുതൽ പ്രവാസനിൽ നിന്ന് നയിച്ചാണ്. ദീർഘവർഷങ്ങൾ നല്ലൊരു ബിസിനസ്മാനായിരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിദ്ര പ്രാപിച്ചു. ഞാൻ ഏകദേശം 40 വർഷത്തോളമായി കുമാരനായിട്ട്. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ അവിടെ എന്റെ പിതാവിനെ കാണാൻ നിരങ്ങാരുടെ അച്ചാരം വന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് കമ്പനിയുടെ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിയാൻ ഞങ്ങൾ ആത്മാക്കളെ കുറിച്ചുള്ള ദാഹമുള്ളവരാണ്. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പുതിയ വർക്ക് ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഏകദേശം 450 ലേബേഴ്സ് വരുന്നുണ്ട്. അതിൽ മലയാളികളായിട്ടുള്ള ഒരു 200 പേരെങ്കിലും കാണും. പിന്നെ പഞ്ചാബികള്, ബംഗ്ലാദേശുകാർ, പാകിസ്ഥാനികളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓട്ടോ ക്യാബിൻ തരാം, ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഓട്ടോ ക്യാബിൻ തരാം. അവിടെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന തുടങ്ങാൻ തുടങ്ങിയോ. ഒരു മർത്തോമക്കാരൻ
അച്ചായനാണ്. അച്ചായൻ വന്ന് പറഞ്ഞു, ഫാദർ ഇല്ല, ഫാദർ മരിച്ചു പോയി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഞാനിപ്പോ ശുശ്രൂഷയിലുള്ളത് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ വരാം. അതായത് ആ സ്ഥലം ഒരു വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഈദിന്റെ ഹോളിഡേസിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവധി കിട്ടുമ്പോൾ ഫാമിലിയൊക്കെ പോയി ആ സ്ഥലം ഒത്തിരി വിസിറ്റ് ചെയ്യാറുണ്ട്. പോകുമ്പോൾ ഇച്ചിരി ദുർഘടങ്ങളൊക്കെ, വഴിയൊക്കെ ഇച്ചിരി മോശമാണ്. അപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായി അത് ഈ ദേശം ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ടൂറിസം മേഖലയായിട്ട് മാറ്റാമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, 2800 അടി ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് ഉള്ള റോഡിലേക്ക് ആ റോഡെല്ലാം ടാർ ചെയ്തു. അവിടെയെല്ലാം വഴിവിളക്ക് കൊടുത്തു. അതിനകത്തെല്ലാം ഗാർഡനുകൾ ഉണ്ടാക്കി ആൾക്കാരെ ആകർഷിക്കുന്ന സംവിധാനമായി. അങ്ങനെയുള്ള ക്രമീകരണത്തിന് വേണ്ടി ഈ കമ്പനിക്കാർ അവിടെ വന്നു. അവിടെ വന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ ഉള്ളിലെ ആഗ്രഹപ്രകാരം ഞാനവിടെ ചെന്നു. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് മനോഹരമായ 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഓട്ട ക്യാബിൻ എനിക്ക് തന്നു. ആ ക്യാബിനകത്തേക്ക് നോക്കിയപ്പോൾ വളരെ ഒരു 10-20 ട്യൂബ് അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എയർ ഫ്രഷറൊക്കെ അടിച്ച് നല്ലൊരു ടേബിളൊക്കെ ഇട്ട് അതിൽ ഒരു 5-6 ചെയറൊക്കെ ഇട്ട് ഞങ്ങളെ വളരെ സ്വീകരിക്കേണ്ടവണ്ണം തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ അവിടെ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്റെ ദൈവമേ, ഇത്രമാത്രം ഉത്സാഹമുള്ള ഒരു കൂട്ടം. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാവുന്നുണ്ടല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഞാനവിടെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയും എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 2 നേഴ്സുമാരുടെ ഹസ്ബൻഡും അവരുടെ ഫാമിലി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ആദ്യത്തെ ദിവസം എന്തിവിടെ പ്രാർത്ഥന നടത്തണമെന്നുള്ള തീരുമാനത്തിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്, വ്യാഴാഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്, വെള്ളിയാഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ശനിയാഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞായറാഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ആഴ്ചയിൽ 5 മീറ്റിംഗ് ഷെഡ്യൂളാണ് എനിക്കുള്ളത്. ഇതിനിടയ്ക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട്, ഇതിനിടയ്ക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഇതിനിടയ്ക്ക് ഭവന സന്ദർശനമുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇത് കൂടാതെ സർവ്വസഭകളെ കുറിച്ചുള്ള ആത്മഭാരം മുന്നിൽ കിടക്കുക. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഉപവാസ പ്രാർത്ഥന 1 മണിക്ക് തീരും. 2 മണിയാകുമ്പോൾ നമ്മൾ എല്ലാവരും വണ്ടിയിൽ കയറുന്നു. 2 മണിക്ക് ഏതാണ്ട് 3:45 ആകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. 3:45 തൊട്ട് 6 വരെ നമ്മൾ മീറ്റിംഗ് നടത്തുന്നു. 6 മണി കഴിഞ്ഞിട്ട് അവിടെ തിരിക്കുന്നു. 8 മണിയാകുമ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തുന്നു. 9 തൊട്ട് 11 മണി വരെ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. എല്ലാം വ്യക്തമായി. സഹോദരങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്റെ ടൈം ടേബിളിൽ ഞാൻ എഴുതി ചേർത്തു. ഹല്ലേലൂയ, ക്രമീകരിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോരുവാനായിട്ട് തയ്യാറായപ്പോൾ ഹല്ലേലൂയ, ആ ദേശത്തിന്റെ ദേശാധിപത്യ ശക്തി എഴുന്നേറ്റു. ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു എന്ന് ഏറ്റുമുട്ടുന്ന വൈരുദ്ധ്യം നിറഞ്ഞ ശക്തി എഴുന്നേറ്റ് ചോദിച്ചു, ഞാനൊരു തൃശ്ശൂരുകാരനല്ലെന്നവനറിയാം, ഒരു തിരുവനന്തപുരംകാരനല്ലെന്നറിയാം. ഇത് പറയാൻ കാരണം തൃശ്ശൂർ ഭാഷയ്ക്ക് ഒരു നീട്ടുണ്ട്, തിരുവനന്തപുരം ഭാഷയ്ക്ക് ഒരു കുറുക്കുണ്ട്. ഇത് രണ്ടുമില്ലാതെ ഇടപോളായി വിളിച്ചുകൊണ്ട് വളർന്ന നാട്ടിൽ എന്റെ ഭാഷ അറിയാവുന്ന ആ ദേശത്തിന്റെ ആധിപത്യ ശക്തി എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞടാ ഇവിടെ വരാൻ? ആ വാക്കിനകത്ത് ഒരു അധികാരത്തിന്റെ കവചം ഉണ്ടായിരുന്നു. ആ വാക്കിനകത്തിന് അധികാരത്തിന്റെ ഗാംഭീര്യം ഉണ്ടായിരുന്നു. നിന്നോട് ആര് പറഞ്ഞ ഇവിടെ വരാൻ? പക്ഷേ എന്റെ അകത്തിരിക്കുന്നവൻ ആരാണെന്നോ, ആരാണ് എന്നെ അയച്ചെന്നവൻ അറിയത്തില്ല. ഹൃദയത്തിനകത്തു അങ്കുരിച്ച വാക്യങ്ങളായിരുന്നു. ആത്മമണ്ഡലത്തിൽ എന്റെ ഭാഷയിൽ മറുപടി പറഞ്ഞു, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച അഭിഷിക്തരോട് സമ്പാദിക്കാൻ നീ ആര്? ദൈവഭൈതനെ യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ, ഒരു ബാപ്റ്റിസ്റ്റിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഒരു വാക്യം നിങ്ങളായിരിക്കുമ്പോൾ ഏറ്റുമുട്ടാനുള്ള അധികാരം നിങ്ങൾ അകത്ത് തരുന്നത് നീ പഠിച്ച ബൈബിൾ കോളേജിലെ സെമിനാറിയുടെ പിൻബലമല്ല, നീ ഏറ്റെടുത്ത് വായിച്ചതിന്റെ പുസ്തകങ്ങളല്ല, നിനക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെയും ഘടകങ്ങളല്ല, ഒരു പാർട്ടിയുടെയും സംവിധാനങ്ങളല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ചൈതന്യത്തിന്റെ അവിടെ നിറവ് അവിടെ വെളിപ്പെടുക. അറിയാത്ത കെട്ടുകളില്ല, പൊട്ടാത്ത വെക്കലുകളില്ല, തകരാത്ത വഴികളില്ല.
Yes. ഇതിനോട് ഏറ്റുമുട്ടി എന്നോട് പറഞ്ഞു, ഇനി നീ മേലാലൂടെ വരരുത്. യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു. ഇതൊരു ധ്രുവത്തിലേക്ക് പോയി ഒരു ബിന്ദുവായി അവിടെ ശേഷിച്ചു. ആത്മമണ്ഡലത്തിൽ ഞാൻ കണ്ടു. ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഇറങ്ങുവാൻ പ്രാർത്ഥനയ്ക്ക് വിരാമം കൊടുക്കുമ്പോൾ പെട്ടെന്ന് 3D ഫിലിം അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ പറഞ്ഞു, ഇനി ഇവിടെ വന്നാൽ ജീവനും കൊണ്ട് നീ പോകില്ല. പ്രാർത്ഥനാ മണ്ഡലത്തിലേക്ക് ഞാൻ ഇറങ്ങി ഒരു പച്ച മനുഷ്യന്റെ അനുഭവത്തിലേക്ക് ഞാൻ വന്നു. 2700 അടി ഉയരത്തിൽ കയറി അവിടെ ചെന്നിട്ട് പോയ സന്തോഷത്തോടാണ് ഞാൻ മടങ്ങി വരുന്നത്. അകത്തൊരു വേദന, ഒരു പെയിൻ. എന്താ പെയിൻ? ദൈവമേ, മാന്യമായി ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് 5 സഭകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും എല്ലാ സഭകളിലും എപ്പോഴും കയറിച്ചല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൂടാതെ റീജിയന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഏത് സഭകളിലും ആയിരക്കണക്കിന് ദൂരെ ഫ്ലൈറ്റിൽ പോയി സഭകളിൽ ചെല്ലാം. പക്ഷേ ഞാനിത് ഏറ്റെടുക്കണം. മാത്രമല്ല, എന്റെ ഉള്ളിൽ രണ്ടാമതൊരു ചോദ്യം വന്നു, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ വാഹനത്തിൽ ഇറങ്ങി നമ്മൾ ഏറ്റവും കൂടുതൽ രഹസ്യം പങ്കുവെക്കുന്നത് ഭാര്യയോടാണ്. എല്ലാവരും ഭർത്താക്കന്മാരായി വിശ്വസിക്കുന്നു. എന്റെ ഭാര്യയോട് ചോദിച്ചു, നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? എല്ലാ ആഴ്ചകളിലും ഒത്തിരി വിടുതലുകൾ കാണുന്ന ഒരു സഭയിൽ മുട്ടുമേൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടാളി എന്റെ ഭാര്യ. 114 പാട്ടുകൾ അവർ എഴുതി. നിങ്ങൾ ആ 114 പാട്ടുകളും കേട്ടാൽ അറിയാം, ഓരോ കെട്ടുകൾ പൊട്ടുന്നതിന് മുമ്പ് ദൈവം തരുന്ന ദൂതുകളാണ് പാട്ടുകളായത്. ഹല്ലേലൂയ. ആ പാട്ടുകളൊക്കെ ഇന്ന് ക്രൈസ്തവ വീടുകളിൽ ജീവൻ പകർന്നുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് നമ്മളോട് ചോദിച്ചു, നമുക്ക് ഇത് ഏറ്റെടുക്കണോ? ഒന്നും മിണ്ടിയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നമുക്കിവിടെ വരണോ? ഒന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് മനസ്സിലായി അവർ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിച്ചു, സാർ, നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുക്കണം, വില കൊടുക്കേണ്ടി വരും, ഒരുപക്ഷെ പ്രാണനെ പോലും. സ്തോത്രം. അപ്പോൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ, വേല തികയ്ക്കാൻ സമയമായെങ്കിൽ അത് കർത്താവിന്റെ ഹിതപ്രകാരം നടക്കട്ടെ. സ്തോത്രം. കർത്താവിന് വേണ്ടി മരിക്കുന്നതിൽ പരഭാഗ്യം വേറൊന്നുമില്ല. എനിക്ക് കിട്ട മറുപടിയാ. എന്റെ ഉള്ളിൽ ഒരല്പം ധൈര്യം വന്നു. എങ്കിലും ഞാൻ തിരിഞ്ഞെന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ നോക്കി, ഹല്ലേലൂയ, എന്റെ മാതാവിനെ നോക്കി, എന്റെ ഹല്ലേലൂയ സ്തോത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ മാനുഷികമായി നോക്കി. അടുത്ത ബുധനാഴ്ച തിങ്കളാഴ്ചയായി ഹല്ലേലൂയ മീറ്റിംഗിന് വന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളെല്ലാം പുറകിലോട്ട് പാസ് ധൈര്യമായിട്ട്. അടുത്ത ചൊവ്വാഴ്ചയായി, ബുധനാഴ്ചയായി, വ്യാഴാഴ്ചയായപ്പോൾ 6 വണ്ടികൾ റെഡിയായി. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ പാസ്പോർട്ടുണ്ട്, നമുക്കൊരു 25-30 പേർ കൂടെ പോകണം പാസ്റ്റർ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്റെ ബലഹീനതയിൽ എന്നെ താങ്ങാൻ എന്റെ സഹോദരങ്ങളുണ്ടല്ലോ. ഞാൻ വളരെ സന്തോഷിച്ചു. പക്ഷേ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. എല്ലാവർക്കും വന്നവർക്കെല്ലാം ഫുഡ് കൊടുത്തു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു, ആരാധന തുടർന്ന ദിവസമല്ലേ, ആരാധന കഴിഞ്ഞുകൊണ്ട് കഴിക്കാം. ഞാൻ ഫുഡ് കഴിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എല്ലാവരും വന്ന് റെഡിയായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വന്നിക്കുക. ആദ്യം വരാമെന്ന് പറഞ്ഞ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ വൈഫിന് ഒരു എമർജൻസി കോൾ ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. പാസ്റ്റർ ധൈര്യമായിട്ട് പോകും, നിങ്ങൾ പുറകെ ഉണ്ട്. എന്നോട് വരാമെന്ന് പറഞ്ഞ 6 പേരും ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് മാറി. സൂസ, അവൻ പണി ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വാഹനം 7 സീറ്റർ വാഹനമാണ്, ലാൻഡ് ക്രൂസർ. അതിന്റെ ബാക്കിലെ സീറ്റ് ഞാൻ ഫോൾഡ് ചെയ്തു. ഇതുപോലൊരു പായെടുത്ത് വിരിച്ചിട്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്നാനക്കുളത്തിലേക്ക് പോകുന്നത് ഈ മെറ്റഡോർ വാനിന്റെ പുറകിലൊക്കെ ഇരുന്നിട്ട് തമ്പാർ കഴിച്ചിട്ട് പോകാമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനെയും അടുക്കി. ഹല്ലേലൂയ. എത്ര പേരെ നിങ്ങൾക്കറിയാം? കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരെ 18 പേരെ ഇരുത്തി. ഹല്ലേലൂയ. മടിയിലൊക്കെ ഇരുത്തി. ഹല്ലേലൂയ. 1400 അടി ഹൈറ്റിൽ എന്റെ വണ്ടി ഇരുന്നു. ഞാൻ ഗ്ലാസ്സിൽ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, എന്റെ സഹോദരങ്ങൾ പുറകെ കാണുമായിരിക്കും. 1400 അടി ഉയരത്തിൽ ചെന്നപ്പോൾ വീണ്ടും 1400 അടി കടമ്പ കടക്കണം. ഞാൻ LS വളവുകളാണ്.
ഒരു പാകിസ്ഥാൻ ഈന്തപ്പഴം കയറ്റിക്കൊണ്ടുവരുന്ന 20 ടണ്ണിന്റെ ഒരു ലോറി മേളിൽ നിന്ന് താഴോട്ട് വരുന്ന ലോറി നോക്കി നിൽക്കുമ്പോൾ തന്നെ ഓടിച്ചോടുന്ന ഡ്രൈവർ എടുത്ത് വെളിയിൽ ചാടി. രണ്ടാമത് ഇടതുവശത്തിരുന്ന പാകിസ്ഥാനി എടുത്ത് വെളിയിൽ ചാടി. അവർ മേളത്തെ വളവ് തിരിഞ്ഞപ്പോഴേ അതിന്റെ ബ്രേക്ക് ഫെയിലായി. അവരുടെ പ്രാണനെ രക്ഷിക്കാൻ അവർ തയ്യാറായി. നിയന്ത്രണം വിട്ടുവരുന്ന വണ്ടി ഇങ്ങനെ പോകുന്ന എന്റെ വണ്ടിയുടെ നേരെ ഇങ്ങനെ ഇറങ്ങി വരിക. എന്റെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ബമ്പർ കാർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്റെ ദൈവമേ എന്റെ ശുശ്രൂഷയുടെ അവസാനിച്ചു. എനിക്ക് ഈ ഒരു സെക്കൻഡ് എന്റെ മുമ്പിലില്ല. എന്റെ ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ പപ്പായെ വിളിച്ചലറി. പാസ്പെക്ടറെ വിളിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് പ്രാണരക്ഷാർത്ഥം അവർ എന്നോട് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ നേരെ ഈ വാഹനം വരിക. ഞാനൊരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ ദീർഘവർഷങ്ങൾ വർക്ക് ചെയ്തതാണ്. ഒരു വണ്ടിയുടെ മോഡൽ കണ്ടാൽ അറിയാം, മാനുഫാക്ചറിങ് അറിയാം, ഒരു വണ്ടിയുടെ ടൂർ റിതം കണ്ടാൽ അറിയാം. ഞാനൊരു വളരെ മോട്ടോർ വാഹനങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാ. നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫാമിലി പാലക്കാട് പറയുന്നത് തന്നെ ഇന്ന് ആ ഒരു 55-60 കാലഘട്ടങ്ങളിലുള്ളവർക്ക് ഇന്ന് അവരുടെ മനസ്സിൽ മറക്കാത്തൊരു കുടുംബമാണ്. കാരണം ലോറികൾ, ബസ്സുകൾ, എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഈ വാഹനങ്ങളുടെ എല്ലാ മോഡലുകളും അതിന് മാനുഫാക്ചറിംഗ് അല്ല എനിക്കറിയാം. പക്ഷെ ഞാൻ അത് നോക്കാനുള്ള നിങ്ങള് അന്ന് ഞാൻ അവിടെ കണ്ട അതേ സത്വം എന്നെ വിഴുങ്ങുന്ന പോലെ വായി പിളർന്നുകൊണ്ട് വരിക. അതിർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടത് ഭാവിച്ച് അവൻ സത്യസമാനമായി രൂപത്തോട് വരുന്നു. ഞാൻ പറഞ്ഞ ശുശ്രൂഷയുടെ അവസാനിച്ചു. നേരെ വന്ന് അവിടെ റൈറ്റ് സൈഡ് നിങ്ങൾ വണ്ടി യൂസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡ് വഴി താഴ്ന്നു നോക്കുമ്പോൾ ഈ 1400 അടി താഴ്ചയുള്ള നൃത്തം പ്ലസ് 400 ഡെപ്ത് 1800 അടി സമുദ്രത്തിൽ താഴെ വിതർത്ത കിടക്കുന്ന സ്ഥലം. എന്റെ വാഹനത്തിന്റെ ബമ്പർ കാലിലോട്ട് ഈ വണ്ടി എടുത്തു. ഇടതുവശത്ത് വലിയ ഭീമാകരമായ മല. ഈ വാഹനം വന്നെ ബമ്പറിൽ തൊട്ടിട്ട് പെട്ടെന്ന് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തന്നെ തിരിഞ്ഞിട്ട് ആ മലക്കിലിടിക്കുക. ആ മലക്കിലിടിച്ചിട്ട് ഭീമാകരമായ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. ഞങ്ങൾ വലിയ പൊടിപടലത്തിനകത്ത് നിൽക്കുക. ഞാൻ മരണത്തിലാണോ ജീവനോടെയാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഭീകര ശബ്ദം കേൾക്കുന്നു, പൊടിപടലത്തിനകത്താകുന്നു. ഞങ്ങൾ ഏത് അന്തരീക്ഷത്തിലാണ് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എവിടെ നിന്ന് ഒരു കാറ്റ് വന്നു, വേറൊരു ദിശയിലേക്ക് പൊടിപടലങ്ങൾ ഏറ്റുപോയി. പക്ഷേ ഞങ്ങൾ അന്നേരം വാഹനത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ കൈ കൊണ്ട് എന്റെ കയ്യിൽ പിടിച്ച് ഞാൻ നോക്കി ഞാൻ ജീവനോടുണ്ടോ എന്നറിയാൻ. എന്റെ ഭാര്യയെ ഞാൻ തൊട്ട് നോക്കി, എന്റെ കുഞ്ഞുങ്ങളെ നോക്കി, പുറയുള്ള സഹോദരങ്ങളെ നോക്കി. ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് പറവൂര് ഞാൻ ഇനി അടിമയല്ല, പരമശിവന് ഞാൻ അന്യമല്ല. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാ. എന്റെ ശുശ്രൂഷ നീങ്ങാതെ, ദൈവം വെച്ച അതിന് നീങ്ങാതെ, ദൈവം വെച്ച പദ്ധതിക്ക് വിരാമം കുറിക്കാതെ അവസാനത്തെ ശുശ്രൂഷയിൽ നീ ചെയ്യാതെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ആത്മമണ്ഡലത്തെ പരിശുദ്ധ രക്തത്തോട് എന്നെ ഒറ്റപ്പെടുത്തരുത്. വിശ്വസിക്കുന്നവരെ സ്തുതിക്കുക. ഇന്ന് കാണുന്ന പ്രശ്നം നിന്നെ പരാജയപ്പെടുന്നില്ല. ഇന്ന് കാണുന്ന ശൂന്യത നിന്റെ അവസാനമല്ല. ഇതുകൊണ്ട് ഞാൻ അവസാനിച്ചെന്ന് പറയുക. ഏതെങ്കിലും പദങ്ങളുണ്ടെങ്കിൽ അതിന് പകരക്കാരൻ നീ മാറ്റിവെക്ക്. അത്ഭുതത്തിന്റെ ഒരു പെരുവഴിയാണ് കഴിയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിലൊന്നാണ്, ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷെ 2 കാര്യങ്ങളുണ്ട്. നാം സാത്താന്റെ കെണിയിൽ അകപ്പെട്ടു പോകരുത്. 40 പേരെ കർത്താവിന്റെ രാജ്യത്തിൽ ഞാൻ അടയപ്പെടുത്തി. സാത്താന്റെ കെണിയിൽ നാം അകപ്പെട്ടു പോകും. ദൈവം നമ്മോട് സംസാരിക്കും. സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷേ നാം സാത്താന്റെ കെണിയിൽ അകപ്പെട്ടു പോകരുത്. ലേഖനം എഴുതുമ്പോൾ 2 ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 2:26 പിശാചിനാൽ പിടിപെട്ടു പോകാതിരിക്കാൻ ആകയാൽ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവന്റെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകും. അവരെ സൗമ്യതയോടെ എന്നെ എടുത്തോണ്ട് വായിച്ചു. 2 തിമോഥെയോസ് 2:26 പിശാചിനാൽ പിടിപെട്ട് അവർ സുബോധം പ്രാപിച്ച്
അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകും. നമ്മൾ എങ്ങനെ സൗമ്യതയോടെ പഠിപ്പിക്കുന്നത്? പ്രശ്നം തലയ്ക്ക് മീതെ കയറി കിടക്കുക. ഒരു ദിവസം രാവിലെ ഒരു സഹോദരൻ ഒരു പാസ്റ്റർ, എനിക്ക് ഇന്ന് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. എത്ര ലക്ഷമോ? എഞ്ചിനീയറാ. ഞാൻ ഒമാനിലെ റിയാലിന്റെ കണക്ക് നിങ്ങളോട് പറയാത്ത ഇന്ത്യൻ റുപ്പീസ് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ പാസ്റ്റർ 50 ലക്ഷം കൊടുക്കാൻ പാസ്റ്റർ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, സഹോദര, നമ്മൾ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. പാസ്റ്റർ എപ്പോ പറഞ്ഞാലും വചനമേ പറയുന്നുള്ളൂ. ഇത് വല്ലതും നടക്കണ്ടേ? 50 ലക്ഷത്തിന് വേദോസം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നടക്കണ്ടേ? ദൈവമക്കളെ, എത്ര പേര് വിശ്വസിക്കുന്നത് നടക്കുക? അടുത്ത ദിവസം പോലീസ് കോർട്ടിൽ കേസ് നടക്കുക. അതിനകത്ത് ഇവരകപ്പെട്ട് ഇവരെ ജയിലിൽ പിടിച്ചിടും. ഭാര്യ ഇവിടെ നേഴ്സാണ്. അവള് നല്ലൊരു ശതമാനം ലോൺ എടുത്തിട്ടുണ്ട്. അത് വേറെ കടമാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുമടക്കി 2 പ്രാവശ്യം ആത്മഹത്യ ഭാര്യ കയറി കെട്ടിയതാണ്. സ്തോത്രം. അവിടെ നിന്നൊക്കെ ദൈവം പിടിവിച്ചു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയണോ? അല്പസമയം മുട്ടിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുന്ന ഫലമുണ്ട്. 1:3-7 നിന്ദയിലും പിശാചിന്റെ കെണിയിൽ കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരുടെ നല്ല സാക്ഷ്യം പ്രാപിച്ചവരുമായിരിക്കണം. ആ പിശാചിന്റെ കെണി, അതിനകത്തെ കുടുക്ക്, അതിനകത്തൊതുക്കാൻ പിശാച് വാദിച്ച് നിന്റെ ഭവനത്തിനകത്ത് വരുമ്പോൾ ദൈവ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. മോശ കേട്ട ശബ്ദം, നീ എവിടാ യാഗം കഴിക്കേണ്ടത്? മോശ കേട്ട ശബ്ദം, എവിടാ നീ സർപ്പവുമായി ചതിച്ചതുപോലെ നിന്നെ ചതിക്കാൻ പദ്ധതിയിട്ടത്? ദൈവ ശബ്ദത്തിന് നീ കാതോർക്കണം. ദൈവ ശബ്ദത്തിന് നീ സമർപ്പിക്കണം. 50 ലക്ഷം കടമുള്ള സഹോദരൻ എഞ്ചിനീയർ ദൈവ ശബ്ദത്തിന് കാതോർത്തു. ദൈവ ശബ്ദത്തിന് കാതോർത്ത് വാസേ, ഇന്നലെ വരെയുള്ള ഞാൻ മറക്കാം. ഒരു പുതിയ വിടുതൽ എനിക്കുണ്ടാകുമോ? ഞാൻ രാത്രി 2 മണിക്ക് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എപ്പോ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? ഞാൻ രാവിലെ പോയി ഓഫീസ് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 10 മണിക്ക് കോർട്ടിൽ ഹാജരാകേണ്ട അദ്ദേഹം കറക്റ്റ് 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ ഒരു GMC വണ്ടി ഓഫീസിനെ മുമ്പിൽ നിർത്തിയിട്ട് പറയുന്നത്, നിന്റെ ഓഫീസിൽ ഞാൻ 4-മതാ വരുന്നത്. എന്റെ വർക്ക് നിനക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ, ഒരു പള്ളിപ്പണിയുടെ വർക്ക എടുക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നിനക്ക് ഞാൻ 15 പൈസ അഡ്വാൻസ് തരാം. ഇത് ദൈവമക്കളെ 2.5 കോടി രൂപയുടെ വർക്കാണ്. സ്തോത്രം. 15 പൈസ അഡ്വാൻസ് തരാന്ന് പറയുന്നത് 1.25 കോടി രൂപ കൈ കിട്ടുക. സ്തോത്രം. മനസ്സിലായി? ദൂതൻ വന്നെന്ന് മനസ്സിലായി. കാക്ക അടയമായിട്ട് വന്നെന്ന് മനസ്സിലായി. എന്നോട് ഒരു വാസ്തു എന്റെ കൈ പറയുന്നു. ഉടനെ മൊബൈലിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് മേടിക്കുന്ന സഹോദരൻ പറഞ്ഞു. മേടിച്ച് പൈസ ചെക്ക് മാറാൻ സ്പോൺസറുടെ കൈ കൊണ്ട് കൊടുത്തു. ഇതിന്റെ പ്ലാനുകളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം കൊടുത്ത കൊട്ടേഷൻ കൂടുതലായതുകൊണ്ടാണ് മാറിപ്പോയത്. അത്രയും പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് കണ്ണുടച്ചുകൊണ്ട് ഇദ്ദേഹം സൗദിക്ക് പോയി. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. സ്പോൺസറെ കൊണ്ട് നീ ചെക്ക് കൊടുത്തു. സ്പോൺസർ ബാങ്കിൽ നിന്ന് മാറി 10-15 ആയപ്പോൾ കോർട്ടിൽ പൈസയുമായിട്ട് ചെന്ന് ആ ചെക്കുമായിട്ട് ചെന്ന് കോർട്ടിൽ കോംപ്രമൈസ് ചെയ്തു. നമ്മുടെ ദൈവം എവിടെ? ദൈവമക്കളെ, ദൈവ ശബ്ദം കേട്ടാൽ തയ്യാറായാൽ 500 രൂപയ്ക്ക് ബന്ധപ്പെടുമ്പോൾ, അതുപോലെ 1000 രൂപയ്ക്ക് ബന്ധപ്പെടുമ്പോൾ 50 ലക്ഷം പരിഹരിച്ച ദൈവം താരങ്ങളുടെ പുരാതന ദൈവമല്ല, കെട്ടുകഥകൾ ഇരിക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം ഹല്ലേലൂയ. ഇന്നും അത്ഭുതം ചെയ്യാൻ വിശ്വസ്തന. ഇന്നും അത്ഭുതം ചെയ്യാൻ വിശ്വസ്തന. ഈ പരാജയങ്ങളുടെ വേദനയുടെ വിഷയങ്ങൾ ഇന്ന് വരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ ഇന്ന് വളർത്താൻ കൊണ്ടുവരുന്ന എന്റെ ദൈവം അവൻ വിശ്വസ്തന. അവൻ വിശ്വസ്തനായിരുന്നു. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്തെന്താ ഉണ്ടാകുന്ന ഒരു പ്രത്യേക എനർജി അല്ലേ? നിങ്ങൾ ഈ ഊഷ്മാവിൽ ആരാധിച്ച് ശക്തിപ്പെട്ടുണ്ടാകുമോ? ഈ ഗേറ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രഷർ എന്ത് ചെയ്യും? ഒരു സ്ക്രീൻ പോലെ നിങ്ങളുടെ മുമ്പിൽ വരും. ഈ ഊഷ്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചൈതന്യം നിങ്ങൾ പ്രാപിക്കും. പ്രശ്നം മാറുന്നില്ല. അത് പൗലോസ് പറയുന്നുണ്ട്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും 2:12 അത് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ മനസ്സിലായോ? എത്ര പേർക്ക് ദൂത് പിടി കിട്ടി? എബ്രായർ
വിശ്വാസത്താൽ ദീർഘക്ഷമയാൽ എന്ന് പറഞ്ഞാൽ ഇത് വെളിപ്പെടാതിരിക്കാൻ രണ്ട് കാര്യം. ഒരു വിശ്വാസക്കുറവ്. ഈ പറഞ്ഞത് നടക്കുമോ നടക്കത്തില്ലയോ? സ്തോത്രം. 40 വർഷം ദൈവവചനം പ്രസംഗിച്ചൊരു ദേവദാസൻ, 40 വർഷം ദൈവവചനം പ്രസംഗിച്ചൊരു ദേവദാസൻ, പാവം പിടിച്ച കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സഭാ ശുശ്രൂഷയൊന്നുമില്ല. ഇങ്ങനെ അദ്ദേഹം പബ്ലിക് പൊതുസ്ഥലത്തൊക്കെ ദൈവവചനം പ്രസംഗിച്ച് ഓരോ വീടുകളിൽ ദൈവമക്കളെ ഉപദേശിച്ച് നടത്തുന്ന ഒരു ദേവദാസൻ ഒരു കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് എങ്ങനെ രക്ഷപ്പെട്ടു? ആ കുഞ്ഞ് എവിടെ പോയി? ഇസ്രായേലിൽ പോയി നേഴ്സായി. 4 ലക്ഷം രൂപ ശമ്പളം. എല്ലാ മാസവും കർത്താവിന്റെ ദാസന്റെ ഓഹരിയുണ്ട്. കർത്താവദാസൻ അതിൽ എന്റെ വളർച്ചയ്ക്ക് വലിയ ഭാഗമാണെന്ന സഹോദരിക്ക് ബോധ്യമുണ്ട്. പിന്നെ 2-3 അവധി കഴിഞ്ഞ് അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ പാസ്റ്ററായി ഞാൻ പാസ്റ്റർ ഇസ്രായേലിൽ കൊണ്ടു. പാസ്പോർട്ട് എടുക്കും. അങ്ങനെ പാസ്പോർട്ട് എടുത്തു. അങ്ങനെ ഹല്ലേലൂയ അവിടെ കൊണ്ടുപോയി യേശു നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു. യേശു നടന്ന സ്ഥലങ്ങൾ, യേശു പ്രാർത്ഥിച്ച മല, യേശുവിനെ അടക്കിയ കല്ലറ വരെ കണ്ടു. കല്ലറൊക്കെ ചെയ്തപ്പോൾ പാസ്റ്റർ സ്റ്റാച്ചു ഒന്നുമല്ല. നമുക്ക് എന്തു പറ്റി പാസ്റ്റർ? പാസ്റ്റർ പറഞ്ഞു പദമാണ് ഉള്ളത് തന്നെ. മനസ്സിലായോ? തിരുവനന്തപുരംകാരന്റെ ഭാഷയിൽ പറഞ്ഞാല് ഇതുള്ളത് തന്നെ. 40 വർഷം ദൈവവചനം സംസാരിച്ച അഭിഷിക്തൻ, 40 വർഷം പ്രാർത്ഥിച്ച് വിടുതൽ കണ്ട ദൈവദാസൻ യാഥാർത്ഥ്യമായി കൺമുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രസംഗിച്ചതുപോലെ സ്തോത്രം, ഞാനൊരു നാമത്തിലൂടെ ഇത് അവതരിപ്പിച്ചില്ല. ഈ ദൂത് കേൾക്കുമ്പോഴും നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിട്ടില്ല. ഈ ദൂത് കേൾക്കുമ്പോഴും അത് എന്നിൽ സംഭവിക്കുന്നു. പലപ്പോഴും പറയും ഞാൻ കുറവുള്ളവനല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ, നിന്നിലുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കും. പലപ്പോഴും പിശാച് വെക്കുന്ന കെണി എന്നാണെന്നറിയാമോ? നീ അതിന് യോഗ്യനല്ല. നിന്റെ പല സ്വഭാവങ്ങളിൽ എടുത്തിട്ട് പറയും നിനക്ക് ആ നന്മ കിട്ടത്തില്ല, നിന്നെ അനുഗ്രഹിക്കപ്പെടത്തില്ല. എന്നാൽ ഇന്നൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം, അനുഗ്രഹം പ്രാപിക്കാൻ നീ തയ്യാറാകണമെങ്കിൽ നിന്റെ കുറവ് അവനോട് പറയണം. കുറവ് അവൻ പറഞ്ഞത് നീ അനുസരിക്കാൻ തയ്യാറായ, വചനപ്രകാരം നടക്കാൻ തയ്യാറായ, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ സത്യത്തിനകത്തെ ഈ ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്ന ഈ പദം എന്റെ ജീവിതത്തിൽ വരട്ടെ, എന്റെ ജീവിതത്തിൽ അനുഭവമായി തീരട്ടെ എന്ന് നിങ്ങൾ പറയണം. രണ്ടാമത്തേത് ദീർഘക്ഷമയാണ്. അതിനകത്ത് പ്രത്യേകമായി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വേണം. ദീർഘക്ഷമ. എന്തു പറഞ്ഞാലും ക്ഷമിക്കാത്ത ഒരു മനോഭാവം. അത് പാസ്റ്ററായാലും ദൈവമക്കളായാലും ദൈവസഭയായാലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. എന്നാൽ നിങ്ങൾ ക്ഷമിക്കാൻ മനസ്സുള്ള ഒരു സഹോദരനോ സഹോദരിയോ ദൈവദാസനമായാൽ ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കുന്നവരുടെ, അവകാശം പ്രാപിക്കുന്നവരുടെ അധികാരിയായി മാറാൻ പോവാം. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കുന്നവരുടെ, അവകാശം പ്രാപിക്കുന്നവരുടെ അധികാരിയായി മാറാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ തലയ്ക്കുമീതെ എത്ര വർഷങ്ങളായി വാഗ്ദത്തത്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല. എത്തിപ്പിടിക്കുന്ന ദൂരമുണ്ട്. ഇത് വിശ്വാസികളുടെ പ്രസംഗിക്കേണ്ട വിശ്വാസത്തിന്റെ ദൂതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഇതിവിടെ ആ ദൂതിന്റെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ അകത്തൊരു ഉൾപ്രേരണ എനിക്കുണ്ടാകുന്നു. നിങ്ങൾ ഇതുവരെ മാറി നിന്ന, നിങ്ങളിൽ നടന്നു നിന്ന, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പല വാഗ്ദത്തങ്ങളും നിങ്ങളുടെ കൈകളിൽ കർത്താവ് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു വഞ്ചി ഒരു കരം കടിക്കുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ നിറച്ചുകൊണ്ട് ഒരു വഞ്ചി കാലിൽ കിടക്കുക. അങ്ങനെ അനുകൂലങ്ങൾ ഒരു കാറ്റടിക്കുന്നുണ്ട്. ചില ഓളങ്ങൾ ആ വഞ്ചിയെ നിന്റെ അരികിലേക്ക് അടുപ്പിക്കുക. വിശ്വാസം വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ശുശ്രൂഷകളെ ഒരു ഷാപ്പാക്കി നിങ്ങൾ മാറ്റാം. ശുശ്രൂഷകളെ ഒരു ഷാപ്പാക്കി മാറ്റാം. ഇതുവരെ തള്ളിക്കളയുന്ന വിഷയങ്ങൾ, ഇതുവരെ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ ഇന്ന്
ദൈവസാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ അനുഗ്രഹമുണ്ട്, ആരാധനയിൽ സമാധാനമുണ്ട്, ആരാധനയിൽ അഭിഷേകത്തിന്റെ നിറവുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. Yes. He's out there. Hallelujah. Yes. Hallelujah. Hallelujah. പൗലോസിന്റെ ലേഖനത്തിൽ ലേഖനം എഴുതുമ്പോൾ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് പൗലോസ് പറയുന്ന രണ്ട് മൂന്ന് പദങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല. ലേഖനത്തിൽ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 5-ാമധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കണം. ദൈവവചനപ്രകാരം നടക്കേണ്ടുന്ന വ്യക്തി എങ്ങനെ നടക്കണം? ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ദൂതാണ് നമ്മൾ ധരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കണം. ഈ അജ്ഞാനം എന്ന് പറയുന്നത് അറിവില്ലാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഞാൻ വിചാരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന കുഞ്ഞിന് വരെ അറിയാത്ത കാര്യങ്ങളില്ല. അപ്പനറിയാത്ത പല കാര്യങ്ങൾ ഇവനറിയാം. ഹല്ലേലൂയ. അപ്പോൾ അജ്ഞാനിയാകാൻ നമ്മൾ സാധ്യതയില്ല. പക്ഷേ അതിനെ വെല്ലുന്ന ഒരു ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അറിവുകളുടെ ഉന്നതിയിലേക്ക് ലോകം പോകുമ്പോൾ, അറിവുകളുടെ ഉന്നതിയിലേക്ക് ലോകം സഞ്ചരിക്കുമ്പോൾ, ഹല്ലേലൂയ, അറിവുകളുടെ പുറകെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. PTH എടുത്തു, MTH എടുത്തു, MD എടുത്തു, ഡോക്ടറേറ്റ് എടുത്തു, അറിവുകളുടെ ശ്രേഷ്ഠതയിൽ പോയെന്ന് പറഞ്ഞ് റവറന്റ് ഡോക്ടറുമായിട്ട് അതിന്റെ അറിവിന്റെ ഉച്ചകോടിയിലാണെന്ന് നീ വിചാരിക്കുമ്പോൾ അരുണോദയ പുത്രനായ ശുക്ര നീ നിലം പതിച്ചത് എങ്ങനെ? അരുണോദയ പുത്രനായ ശുക്ര നീ നിലം പതിച്ചത് എങ്ങനെ? ദൈവവചനം പറയുന്നു, നിന്റെ അറിവുകളും നിന്റെ ലക്ഷ്യങ്ങളും വേറെയായി സഞ്ചരിക്കുമ്പോൾ അതിൽ പേരിലുള്ളവരുണ്ട്. അവർ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്തൊന്നും അറിയുകയില്ല. യേശുവിന്റെ നാമത്തിൽ ആ ജ്ഞാനം എനിക്ക് വേണ്ടപ്പ, ആ ജ്ഞാനം എനിക്ക് വേണ്ട. ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടത് ലോകത്തിന്റെ ജ്ഞാനമല്ല, എനിക്ക് വേണ്ടത് സ്വർഗത്തിന്റെ ജ്ഞാനത്തിലേക്ക്. സ്വർഗത്തിന്റെ ജ്ഞാനത്തിന് പല പ്രത്യേകത. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ജ്ഞാനത്തിന് പല പ്രത്യേകതകളുണ്ട്. ഇത് എപ്പോഴും കിട്ടുന്നതല്ല. എപ്പോഴും കിട്ടുന്നത് കിട്ടുമോ? നാളെ ശാസ്ത്രം ഉണ്ടായിരിക്കണം. ഞാൻ വേറെ സഭയിൽ വേറെ മെസ്സേജിലൊക്കെ ആയിരിക്കും. പക്ഷേ പൗലോസ് പറയുന്നു, അത് വായിക്കപ്പെടുന്നതാണ്. എഫേസ്യർ 5:16 വായിക്കുന്നുണ്ട്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം ഹലോ സമയം ഇപ്പം കിട്ടുന്നത് നീ മാംസഭിത്തിയിൽ എഴുതിക്കോളൂ. ഇപ്പം കിട്ടുന്നത് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ കൈ മുതലാക്കി വെച്ചോണം. ഹല്ലേലൂയ. എപ്പോഴും കിട്ടത്തില്ല. കുമ്പനാട് കൺവെൻഷൻ 7 ദിവസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കും നമുക്ക് പോയിന്റ് കിട്ടുന്നത്. മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ഏത് കൺവെൻഷന് പോയാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ ദേവദാസന്മാർ പ്രസംഗിച്ചാൽ കിട്ടുന്നത് വെറും 1 മിനിറ്റ് ആയിരിക്കും. കിട്ടുന്നത് ഏറ്റെടുക്കണം, കിട്ടുന്നത് ഏറ്റെടുക്കണം. 60 വയസ്സ്, 20 വയസ്സ്, 50 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 10 വയസ്സ്. ഈ 10 വയസ്സുള്ള കുട്ടിയോടുള്ളത് ഞാൻ പറയാം, നിനക്ക് കിട്ടുന്ന വിലപ്പെട്ട മുത്ത് നീ സൂക്ഷിച്ചു വെച്ചോണ്ട്. ഇത് ദുഷ്കാലമാണ്, ഇത് ദുഷ്കാലമാണ്. ആരെ വീഴ്ത്തരുതെന്ന് വിചാരിച്ച് പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ പാസ്റ്ററുടെ മോനാണ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പാസ്റ്ററുടെ ഭാര്യയാണ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ വിളിച്ചു പറയാം, ആത്മയോഗത്തോട് പറയാം, പിശാചിന്റെ കെണിയിൽ ആരെ വീഴ്ത്തരുതെന്ന് വിചാരിച്ച് അവൻ ഊടാടി സഞ്ചരിക്കുക. ഈ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ. ഒരിക്കലൊരു രാജാവ് ഒരു ദാസൻ എന്ന് പറഞ്ഞു, രാജാവ് എനിക്കൊരു ഗിഫ്റ്റ് തരണം. രാജാവിന്റെ കയ്യിൽ അന്നേരം ഒന്നും അധികം കൊടുക്കാനില്ലായിരുന്നു.
അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു മോതിരം മുടി, വലത്ത് കയ്യിൽ നിന്ന് ഒരു ഇടത്ത് കൈ കൊണ്ടെന്ന് പോയി. അദ്ദേഹം പേടിച്ചില്ല. രാജാവേ, അങ്ങയുടെ മാന്യതയും അങ്ങയുടെ പദവിയും അങ്ങയുടെ യോഗ്യതയും അനുസരിച്ച് താങ്കൾ ഇടത്ത് കൈ കൊണ്ടാണോ എനിക്ക് തരുന്നത് ചോദിച്ചു. ഇവിടെ രാജാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. ഇതിടത്ത് കയ്യിൽ നിന്ന് ഇത് വലത്ത് കൈയിലോട്ട് മാറുമ്പോൾ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ഇതിടത്ത് കയ്യിൽ നിന്ന് വലത്ത് കൈ കൊണ്ട് നിനക്ക് തരാൻ ഞാൻ എടുക്കുന്ന ടൈം അനുസരിച്ചൊക്കെ, പക്ഷേ എന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. സമയം കാത്തു നിൽക്കത്തില്ല സഹോദര, സമയം കാത്തു നിൽക്കത്തില്ല സഹോദരി. ദൈവവചനം ഏറ്റെടുത്താൽ, സമയത്ത് അത് ഏറ്റെടുത്താൽ യേശുവിന്റെ രക്തം കൊണ്ട് അതിനെ മുദ്രയിടണം. ഇതെന്റെ ഭാവിക്ക്, ഇതെന്റെ ഭാവിക്ക്, ഇതെന്റെ തലമുറയ്ക്കുള്ള ദൂര ഇത് ഞാൻ ഏറ്റെടുക്കുന്നപ്പ, ഞാൻ ഏറ്റെടുക്കുന്നത്, ഞാൻ ഏറ്റെടുക്കുന്നപ്പ എന്ന് പറഞ്ഞതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാ, കല്ലറയ്ക്കകത്ത് കിടന്നവൻ മരിച്ചെന്ന് പറഞ്ഞവൻ കല്ലറയ്ക്കകത്തോട് പുറത്തുവന്ന് അതാണ് നമ്മൾ ബുദ്ധിയോട് പ്രവർത്തിക്കണം. ബുദ്ധി വേണം. ഏറ്റവും കൂടുതൽ 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് എഴുതുന്ന പൗലോസിന്റെ സ്വന്തത്തൂരികയുള്ള വാക്യത 14 ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. 2 ആഴ്ചയോട് പോയി റോമാ ഗവൺമെന്റ്. ഞാൻ വിചാരിക്കുന്നത് തരാതിരുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്റെ കാരണമുണ്ട്. എന്റെ കാരണം മറ്റൊന്നുമല്ല. ഹാലേലൂയ. നമുക്കറിയാം, വാനകോള പരീക്ഷണങ്ങൾക്ക് കടന്നുപോയിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നൊരു സഹോദരിയാണ്. ഭൂമിയിൽ എത്തുന്നതിനും അവൾ എന്ത് ചെയ്തു? പൊട്ടിച്ചിതറിപ്പോയി. അദ്ദേഹം അവിടെ ചെന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ശാസ്ത്രലോകത്തിന് നാസയ്ക്ക് കൊടുത്തു. എന്താ കൊടുത്തെന്ന് അറിയാമോ? ഗോഡ് പ്രസൻസ് ഹിയർ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഞാൻ ഭൂമിയിൽ വരുമ്പോൾ അത് വിവരിക്കാം. അവളെ ഭൂമിയിൽ വിടാതിരുന്നതും അന്ധകാരത്തിന്റെ ഈ ലോകാനുഭവി സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന പറഞ്ഞ് നിന്നെ ഭൂമിയിൽ എത്തിക്കത്തില്ല. പൗലോസേ, നീ 2 മിസ്റ്ററികൾ മറച്ചു വെച്ച് 2 ലേഖനങ്ങൾ റോമാ ഗവൺമെന്റ് വെട്ടിത്തകർത്തന്നെ അത് പുറത്തു വരണ്ടാന്ന് പറഞ്ഞെങ്കിൽ അതിനകത്ത് കിടക്കുന്ന മിസ്റ്ററി വലുതാ. ഇന്ന് രാത്രി ഞാൻ പകൽക്കാലം ഞാൻ ദൂത് പറയാം. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിച്ചോ. കിട്ടുന്നതിനെ മുറുകെ പിടിച്ചോ, കിട്ടുന്നതിനെ മുറുകെ പിടിച്ചോ. ബുദ്ധിയുള്ളവരായി നിന്നോണ്. 3:5 പറയുന്നുണ്ട്, ബുദ്ധിഹീനരാവാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നലെന്നറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളുവേ. കർത്താവിന്റെ ഇഷ്ടം ഇന്നലെന്നറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളുവേ. ഹല്ലേലൂയ. സമയം വേഗത്തിൽ ഓടുന്നു. ഹല്ലേലൂയ. ബുദ്ധിഹീനരാകരുത്. ഹല്ലേലൂയ. അതിന്റെ 5:18 പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരാകണം. ആത്മാവിൽ നിറഞ്ഞവരാകണം. ഹല്ലേലൂയ. 5:21 പറയുന്നു, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം നിങ്ങൾ കീഴ്പ്പെടണം. ഇന്ന് വൈകാലം തോന്നിയാൽ ഇവിടെ വിരാമം കുറിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പാടുവാൻ ഹല്ലേലൂയ. നിയോഗം മുമ്പോട്ട് വന്ന് ഒരു പാട്ടുകൂടെ പാടുമ്പോൾ ഹല്ലേലൂയ. ഇന്ന് വൈകാലം ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങും. ഉയർത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന, നിനക്കുള്ള വാഗ്ദത്തങ്ങളുടെ വിശേഷം നശിപ്പിക്കുന്ന, നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നതായ ചില ദൈവിക പദ്ധതികളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ബുദ്ധിയില്ലാത്ത മണ്ഡലങ്ങളിൽ, ഗ്രഹിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ അതിന് വിരാമം കുറിക്കുവാൻ ശത്രു ബന്ധപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ ജാഗരൂകരായി നിന്നുകൊണ്ട് ആ വിടുതൽ ഏറ്റെടുക്കാൻ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ